ഇന്ന് ഞാൻ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുലശേഖരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ഒരു തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു കനാലാണ്. കനാൽ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ്. നല്ല ഉയരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ്. നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ തൊട്ടിപ്പാലത്ത് ഇങ്ങനെ പടി കയറിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകണം. ഒരുപാട് പടിയുണ്ട്. അപ്പോൾ ഇതാണ് തൊട്ടിപ്പാലം. ഇതിപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തൂടെയാണ് ഇതിൻ്റെ വെള്ളം പോണത്. ഇതൊരു കനാലാണ്. കനാൽ വന്നിട്ട് ഇവിടെ ഒരു പാലം കണക്ക് വന്നിട്ട് അങ്ങനെ പോവേ. നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതാണ്. ഈ തൊട്ടിപ്പാലത്തിൻ്റെ 4 സൈഡും മലയും കുന്നും ഒക്കെ അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി വെയിലല്ലേ, വെയിൽ സമയം ഒരു 11 മണി സമയമൊക്കെ ആയി. അതുകൊണ്ട് താഴെ ഇതേ കണക്ക് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് നല്ല രസമുണ്ട് ഇതിന്ന് കാണാൻ. താഴോട്ട് നല്ല താഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു 10-50 അടി പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു. 50 അടി പൊക്കം കാണും. നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ. അതിൻ്റെ 4 സൈഡും എന്താ ഇതേ കണക്ക് ഇടയ്ക്ക്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഒന്നും പറയില്ല, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. താഴെ നിന്നിട്ട് നമുക്ക് റോഡിലോട്ട് പോകുമ്പോൾ എന്താ രസം നോക്കാം, ഭംഗി നോക്കാം. അതിൻ്റെ നമ്മുടെ ബൈക്കൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിൻ്റെ ഈ തൊട്ടിപ്പാലത്തിൻ്റെ താഴെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഇത് കുറച്ചങ്ങ് പോകണം. കുറച്ചങ്ങ് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ കറങ്ങി വന്ന് വേണം റോഡിൽ കൂടെ വരണം. അങ്ങ് അറ്റം ഇറങ്ങണം. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അങ്ങ് അറ്റം കുറച്ച് സ്റ്റെപ്പുകൾ കാണുന്നുണ്ടോ. അവിടെ കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ നേരത്തെ താഴെ വന്ന് ഇതിലേക്കൂടെ ഈ കാണുന്ന വഴി കൂടെ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരേണ്ടുള്ളത്. തിരിച്ചും ഇതിലേ ഇറങ്ങാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഇറങ്ങി പോകണുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ, വലിയ വ്യൂ. തൊപ്പിയൊക്കെ മിക്കവാറും പറഞ്ഞില്ല. തിരിച്ചൊക്കെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വ്യൂ ആണ്. ഇതുകൊണ്ട് ഏത് മലയെന്നറിയാൻ വയ്യ. അത് പശ്ചിമഘട്ടം മലനിരകളാണെന്ന് തോന്നുന്നത്. തൊപ്പിയൊക്കെ എന്തായാലും ടൈറ്റായിട്ട് അങ്ങ് കെട്ടി നമ്മൾ. ഭയങ്കര ലൂസായിരുന്നുകൊണ്ട് തൊപ്പിയൊക്കെ പറന്ന് വേണം. ആൾക്കാർ പിടിച്ചാൽ നടക്കുന്നത്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും കാറ്റ്. അതിനേക്കാളും നല്ല വ്യൂ ആണ് ഇവിടുത്തെ. അതാണ്ട് നല്ല വ്യൂ എന്ന് വെച്ചാൽ സെറ്റപ്പ് വ്യൂ ആണ്. താഴെ ഒരു ചെറിയൊരു നദി ഏതാണ്ടൊക്കെ ഒഴുകുന്നുണ്ട്. അതിവിടെ വന്നിട്ട് ചെറിയൊരു ഒരു വെള്ളച്ചാട്ടം കണക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കുളിക്കുന്ന സ്ഥലം, എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കൊന്നും വേണ്ട, അപ്പോൾ നമുക്ക് കാണാം. ഇത് വല്ലാത്ത വ്യൂ കേട്ടോ. ഇതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇറങ്ങി കയറാക്കത്തില്ല. അതിൽ കയറാൻ മാർഗങ്ങളൊന്നുമില്ല. ഇതെവിടെ തീരുന്ന അവിടെ ചെന്ന് ഇറങ്ങാനേ പറ്റൂ. വല്ലാത്തൊരു വ്യൂ ആണ്. അടിപൊളി കാറ്റ്. എല്ലാവരും പിടിച്ചൊക്കെ പോണത്. വീണത് തന്നെ. പിന്നെ വീണാൻ നോക്കേണ്ട കാര്യമില്ല, കിട്ടത്തില്ല. ഒരു 1/2 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു. ഇതിനകത്തൂടെ ഇങ്ങനെ നടന്ന് ഒരു 1/2 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു സംഭവം. അന്യായ വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് ഈ കാറ്റിൻ്റെ സൗണ്ട് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റ്. നല്ല കാറ്റടിക്കുമ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഈ 2 കൈ വിട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് പലപ്പോൾ പണി കിട്ടും. മറിഞ്ഞൊക്കെ പോകും ആൾക്കാർ. ഇതുകൊണ്ട് പിടിച്ചൊക്കെ പോകണം ആൾക്കാർ. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. കാറ്റ് വരുമ്പോൾ അങ്ങനെ പിടിച്ചിട്ട് പോകാൻ നല്ല വ്യൂ ഇല്ലേ. താഴോട്ട് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. കുറച്ച് ആൾക്കാർ ആ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നുണ്ട്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. ഇത് കുലശേഖരം ചെല്ലുന്നതിന് മുമ്പുള്ള അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കയറി വരുന്ന ഒരു ഭാഗത്താണിത്.
ഗൂഗിളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരാം. ഇവിടത്തേക്ക് ബസ്സും ഉണ്ട്, തൊട്ടിപ്പാലം വരാൻ ബസ്സുണ്ട്. നമുക്ക് ഈ തൊട്ടിപ്പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ മാറി ബസ് ഇടുന്നുണ്ട്. അവിടെ ഉള്ളു ബസ്. നമുക്ക് പിന്നെ ഈ കളിക്കവളയിൽ നിന്നോ പാറശാലയിൽ നിന്നൊക്കെ ഇവിടത്തേക്ക് ബസ്സുണ്ട്. കാറ്റ് കുറഞ്ഞുകൊണ്ട് നമുക്ക് മൊബൈലെടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഭയങ്കര കാറ്റാണ്. മൊബൈലിൽ എന്നെ കൂടെ കൊണ്ടുപോയി. ഇവിടെയുള്ള ആൾക്കാരെല്ലാം തട ഈ തൂണെ പിടിച്ച് ഇങ്ങനെ നടക്കുക. ഭയങ്കര കാറ്റ് എൻ്റെ മുകളിൽ നിന്നപ്പോഴത്തേക്ക്. അനിയായ വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. നല്ല രസമുണ്ട്. അപ്പം നമ്മൾ കളിയിക്കാളെ വരെ വന്നേ. അന്നേരം വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ കളിക്കവളെ പാറശാലയൊക്കെ വരുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പാറശാലയിൽ നിന്ന് 20 കിലോമീറ്ററോളം വരും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അടിപൊളി ഒരു ഇതാണ്, നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മളവിടെ ബൈക്കും എനിക്കും കൂടെ 10 രൂപയായിട്ടുള്ളൂ. ഇന്ന് 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതിനകത്തോട്ട് കയറി വന്നത്. ബൈക്ക് നമ്മളവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഈ താഴെ ഈ കാണുന്ന ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മളിങ്ങനെ വരാൻ, ഇങ്ങനെ താഴോട്ട്. അങ്ങനെ നമ്മൾ ആ ടവറിനകത്തൂടെ കയറിയാണ് ഇറങ്ങാൻ. തമിഴും കൂടെ വായിക്കുന്നു. ഇതാ പടി. അപ്പോൾ ഇതിലേക്കൂടെ ഇറങ്ങി നമ്മളങ്ങനെ പോകും. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഈ വെള്ളം, ചക്ക, പൈനാപ്പിൾ, അങ്ങനെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഈ കടയിൽ. പടി ഇറങ്ങാൻ കൊള്ളാം കേട്ടോ, സുഖമുണ്ട്. കുറച്ച് നമ്മൾ പടി ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ലെവലായിട്ടുള്ള സ്ഥലമാണ്, പിന്നെ കുറച്ച് പടി ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ലെവലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ തൊട്ടിപ്പാലം മോളിൽ കാണുന്ന തൊട്ടിപ്പാലം ക്ഷീണിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. കയറിയപ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നി. ഇറങ്ങുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും തോന്നത്തില്ല, അടിപൊളിയാണ്. ഈ വലിയ പൊക്കമൊന്നുമില്ല തൊട്ടിപ്പാലം. അങ്ങ് താഴെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നല്ല ഹൈറ്റിലാണ് തൊട്ടിപ്പാലം. ഇവിടെയൊക്കെ കടകളൊക്കെയാണ്, കുറച്ച് ചെറിയ സ്നാക്സൊക്കെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഇതിൽ നല്ല വ്യൂ ആയിരിക്കും. കുറച്ചും കൂടെ താഴ്ചയോട്ട് വരുന്നത് ഈ ടവറിൽ ചെന്നിട്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങണം. ഈ ടവറിൽ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് വേണം നമ്മൾ പിന്നെ ഈ ടവറിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലേക്ക് കയറാം കേട്ടോ. ഇതിൽ കയറിയ പൈസ കൊടുക്കേണ്ടെന്ന് തോന്നുന്നു. അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് അങ്ങനെ കിടക്കുക. കയറി പിടിക്കാതിരുന്നാൽ മതി. ഇതിൻ്റെ താഴെ നമ്മൾ ഇറങ്ങി. താഴെ ഇറങ്ങുമ്പോൾ ഇതേ കണക്ക് വ്യൂ ആണ്, ഇതേ കണക്ക് റോഡുണ്ട്. നമ്മൾ ആദ്യമേ ഞാൻ ഇവിടെയാണ് വന്നിരുന്നത്. ഇനി ഇവിടെ നിന്നൊരു 50 ഒരു 10-400 മീറ്റർ നമ്മൾ നടക്കണം അങ്ങോട്ട്, ബൈക്ക് വെച്ചിരിക്കുന്നിടത്ത്. മോളിൽ നിന്നുകൊണ്ട് കണ്ട വ്യൂ താഴോട്ടുള്ളത് ഇതാണ്. ആൾക്കാർ കുളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത് ഈ സ്ഥലത്താണ്. കുളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയുള്ളൂ. തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വരും. പിന്നെ മലയാളികളൊക്കെ കുറവായിരിക്കാം. മലയാളികളുണ്ട്, കുറവായിരിക്കാം. നമ്മൾ മോളിൽ നിന്നുകൊണ്ട് കണ്ടത്. ഇപ്പോൾ ആണ് ഈ തൊട്ടിപ്പാലത്തിൻ്റെ ഹൈറ്റ് ഉണ്ടോ. മോളിൽ നിന്ന് കറക്റ്റ് താഴത്തോട്ടുള്ള വ്യൂ ഇതാണ്. അതുകൊണ്ട് താഴെയുള്ള ഇവിടെ നിന്ന് നല്ല ഹൈറ്റാണ്, നമുക്ക് നല്ല ഹൈറ്റിൽ കിടക്കുക. അപ്പോൾ ഇതാണ് പറഞ്ഞ നമ്മൾ കുളിക്കുന്ന സ്ഥലം. ഇവിടെ ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്.